വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര ആസ്വാദന ശില്പശാല സംഘടിപ്പിച്ചു. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ലിറ്റിൽ കൈറ്റ്സിന്റെയും ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര ആസ്വാദന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനും എഴുത്തുകാരനും അധ്യാപകനുമായ പി പ്രേമചന്ദ്രൻ മാസ്റ്റർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പലപ്പോഴും അധ്യാപകർ ഈ സിനിമ ക്ലാസ്സിൽ കാണിക്കാനും അത് ഭംഗിയായിട്ട് കാണിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ കാണിക്കുന്നു, കുറെ പേരെങ്കിലും കാണിക്കുന്നു, ക്ലാസ് പോയി മാറി. അതിനൊക്കെ ഒരു ചെറിയ പങ്ക് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞാൽ അടക്കമുള്ള ഒരു കരിക്കുലം പാഠപുസ്തക സമിതിക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഗൗരവത്തില് പറയാനുള്ള സന്ദർഭങ്ങൾ സ്കൂളുകളിൽ ഉണ്ടാക്കുക. അതിനകത്ത് അത്യാവശ്യം താല്പര്യമുള്ള ആളുകൾ വന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് കൂടിയാണ് നിങ്ങളെ കാണാൻ എത്തിച്ചേർന്നത്. സിനിമ കാണാൻ പഠിക്കേണ്ടതുണ്ടോ? ഒരു ശില്പശാലയിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് പഠിക്കേണ്ടതുണ്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നാം. നമുക്കെല്ലാം സിനിമ കണ്ട് ശീലിച്ച് വളർന്ന ഒരു തലമുറയാണ്. PTA പ്രസിഡന്റ് പി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. MB അരവിന്ദാക്ഷൻ, പ്രിൻസിപ്പാൾ MD അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ശോഭന ഇളയെടുത്ത്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ CR ജീന എന്നിവർ പ്രസംഗിച്ചു. അഭിമാനത്തോട് ഓർമ്മിക്കുകയാണ്. നിങ്ങൾ ആകണം എന്നുള്ളതാണ്. കാരണം ഒട്ടനവധി സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താനല്ല ഈ ആശംസ അർപ്പിക്കുന്ന ഈ ചടങ്ങിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ പറയാതെ വയ്യ. 6 വർഷം ഒന്നിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളും, മാതൃഭൂമിയിൽ വന്ന എല്ലാ ലേഖനവും ഞാൻ വായിക്കുകയും അത് അദ്ദേഹത്തെ അറിയിക്കുകയും ഇന്ന് എന്റെ ഫേസ്ബുക്ക് പേജിലടക്കം പ്രേമേന്ദ്രൻ മാഷിന്റെ ഒരു ചിത്രം എടുത്ത് തൊട്ടുപോയി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും നിങ്ങൾക്ക് നോക്കിയാൽ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ വായനയുടെ ഒരു തലങ്ങളിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ വായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയെ തന്നെ പൊന്നുരാജൻ മാഷായി ഇവിടെ എത്തിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മാഷിന്റെ ഓപ്പൺ ഫ്രെയിം അതിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് ഒരു മെമ്പറായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെ. കൈകാര്യം ചെയ്ത സാറിനെ കുറിച്ച് സ്വാഗതം ആശംസിക്കുമ്പോഴും നമ്മുടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ. മികവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ ചിത്രരചന ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചിത്രപുസ്തകം ചടങ്ങിൽ പ്രേമചന്ദ്രൻ മാസ്റ്റർ പ്രകാശനം ചെയ്തു. കനേഡിയൻ സംവിധായകനായ നോർമൻ മാക്ലാറൻ സംവിധാനം ചെയ്ത എ ചെയറി ടെയിൽ എന്ന സിനിമയും ചലച്ചിത്ര സംവിധായകനായ സത്യജിത് റായ് സംവിധാനം ചെയ്ത 2 എന്ന സിനിമയും ശില്പശാലയിൽ പ്രദർശിപ്പിച്ചു. ഒരു കസേരയിൽ ഒരു മനുഷ്യൻ. ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു? പുസ്തകം വായിക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അയാൾ എന്തിനാ ശ്രമിക്കുന്നത്? കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. എന്താ പറ്റുന്നത്? കസേരയിൽ എന്തെങ്കിലും മുള്ളു അല്ലേ? അതാണ് അതിന്റെ കാര്യം. അപ്പോൾ
ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ ചെറുപുഴ സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ വെച്ച് ജനുവരി 16 മുതൽ 18 വരെ 1% മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വമ്പിച്ച ശേഖരം. 50% വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവ്. പഴയ സ്വർണ്ണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും. തിരഞ്ഞെടുത്ത സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ പണിക്കൂലിയില്ലാതെ നേടാൻ അവസരം. ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുവാനുള്ള സുവർണാവസരം. അതും മറ്റാരും നൽകാത്ത സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ. ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട്.